വാർത്തകളിലേക്ക് വിശദമായി. വയനാട് മാനന്തവാടിയിലെ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖ്നയെ പിടികൂടാനുള്ള ദൗത്യത്തിൽ കർണാടക വനം വകുപ്പ് സംഘവും കേരള ദൗത്യ സംഘത്തിനൊപ്പം കർണാടക സംഘവും ചേർന്നു. വിവരങ്ങളുമായി ഷിബു ചേരുന്നു. ഷിബു, 6ാം ദിനവും ദൗത്യം ദുഷ്കരമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ കർണാടക വനം വകുപ്പ് കൂടി ചേരുമ്പോൾ എങ്ങനെയാണ് ഇനി തുടർന്നുള്ള നടപടികൾ? അതായത് ഇവിടുത്തെ ഈ ഭൂപ്രകൃതിയും ആനയോടൊപ്പമുള്ള ബേഗൂർ മഖ്നയോടൊപ്പമുള്ള മോഴയാനയുടെ സാന്നിധ്യം വീണ്ടും ദുഷ്കരമാക്കിയിട്ടുള്ളത്. ഇതിനിടയ്ക്കാണ് ആശ്വാസകരമായ ഒരു നടപടിയുള്ളത്. നവംബർ 30-ന് ഈ ബേഗൂർ മഖ്നയെ ബേഗൂരിൽ വെച്ച് പിടികൂടുമ്പോൾ അതിന് നേതൃത്വം നൽകിയ കർണാടക RRT ടീം അംഗങ്ങൾ ഇന്ന് വയനാട്ടിൽ എത്തിയിരിക്കുകയാണ്. ഉച്ചയോടുകൂടിയാണ് അവരെത്തിയത്. 25-അംഗ സംഘമാണ് ഇവരുള്ളത്. ഇവരിൽ 3 സംഘമായി തിരിഞ്ഞ് കേരളത്തിൽ ഇപ്പോൾ നടത്തുന്ന ദൗത്യ സംഘത്തോടൊപ്പം ഈ 3 സംഘവും മറ്റ് 3 സംഘത്തോടൊപ്പം ചേരും. അങ്ങനെ കർണാടകയിലെയും കേരളത്തിലെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ 2 പേരും ചേർന്നുള്ള ഒരു ദൗത്യമായിരിക്കും ഇനി നടത്തുക. ഷിബു, കേൾക്കാമോ? ഇപ്പോൾ ഈ കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവർ ദൗത്യത്തിൽ പങ്കുചേർന്നുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണോ? വയനാട് മാനന്തവാടിയിൽ ബേലൂർ മഖ്നയെ പിടികൂടാനുള്ള ദൗത്യം ദുഷ്കരമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി ഈ ദൗത്യ സംഘത്തിനൊപ്പം ചേർന്നിരിക്കുകയാണ്. 6ാം ദിനവും ആന കാട്ടിൽ തന്നെ തുടരുകയാണ്. റേഡിയോ കോളർ സിഗ്നൽ അനുസരിച്ച് ആനയെ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പൊന്തക്കാടുകൾ വളർന്നു നിൽക്കുന്നതാണ് ഈ ദൗത്യത്തിന് പ്രധാനപ്പെട്ട വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. ഇതോടൊപ്പം ബേലൂർ മഖ്ന നിരന്തരം സ്ഥാനം മാറുന്നതും ദൗത്യത്തെ ദുഷ്കരമാക്കുകയാണ്.